എന്തായിരുന്നു നമ്മുടെ ഈ മാസം നമ്മൾ ചിന്തിച്ചു വന്ന വിഷയം? ട്രാൻസ്ഫോർമേഷൻ അല്ലേ, രൂപാന്തരം. കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജ് നമ്മൾ കേട്ട് എന്തെങ്കിലും തീരുമാനങ്ങൾ വല്ലതും ഹൃദയത്തിനകത്ത് വന്നോ? ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ പറ്റിയോ? ഇല്ലെങ്കിൽ പിന്നെ കേട്ടിട്ട് ഇതുവഴി അങ്ങ് പോകുന്നത് പോലെ അല്ലേ അല്ലേ? സ്തോത്രം. ട്രാൻസ്ഫോർമേഷൻ എന്ന വിഷയമാണല്ലോ നമ്മൾ ചിന്തിച്ചു വരുന്നത്. ഈ വിഷയം നമ്മൾ പറയുമ്പോൾ ഒത്തിരി ആവേശം തരുന്ന വിഷയമൊന്നുമല്ല, വലിയ ഉണർവിലേക്ക് ദൈവദാസന്മാരാണ് ഞങ്ങൾക്ക് വിവിധ നിലയിൽ ദൈവവചനം സംസാരിക്കാൻ പറ്റും. നല്ല ഉണർവ് നൽകുന്ന വചനം പറയാം, ജനത്തിന് ആവേശം നൽകുന്ന അനുഗ്രഹത്തിൻ്റെ വചനങ്ങൾ പറയാം, ഇതെല്ലാം പറ്റും. പക്ഷേ ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമുക്ക് ഒത്തിരി ആവേശമൊന്നും തരത്തില്ല, വലിയ ഉണർവിൻ്റെ ഒരു കാര്യങ്ങളൊന്നും വരത്തില്ല. അതെല്ലാം ഹൃദയത്തിനകത്തുണ്ടാകുന്ന കാര്യമാണ്. പക്ഷേ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഇന്ന് പറഞ്ഞതുപോലെ നിത്യത. ഇപ്പം നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന സന്ദേശം, പ്രത്യാശയുടെ സന്ദേശം വേണം. പക്ഷേ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് എന്താ? ഒരുക്കപ്പെടുക. ഒരു ശുശ്രൂഷകൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്താണെന്നറിയാമോ? ശുശ്രൂഷകൻ്റെ ഉത്തരവാദിത്വം, ഇത് ഒരു ഇടയൻ്റെ കടമ എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് 7 വീട് കെട്ടാനും 4 കാറ് കെട്ടാനും വേണ്ടി പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുക എന്നുള്ളതല്ല, അതൊരു ഭാഗമാണ്. പക്ഷേ അതിനേക്കാൾ ഉപരി ഇവിടെ വരുന്ന ഒരു വ്യക്തി പോലും അവർക്ക് നിത്യത നഷ്ടപ്പെട്ടു പോകാൻ ഇടവരാതെ നിത്യതയ്ക്ക് വേണ്ടി വചനത്തിൽ കൂടി ഒരുക്കിയെടുക്കുക എന്ന ദൗത്യമാണ് ഒരു ശുശ്രൂഷകൻ ഇടയനുള്ളത്. സ്തോത്രം. ഇത് ഞാൻ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമല്ല, നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് പറയാം കർത്താവിൻ്റെ ദാസൻ ഇതൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ലെന്ന്. പക്ഷേ ഇവിടെ നിന്ന് പറഞ്ഞാൽ എനിക്കൊരു പ്രാഗൽഭ്യമുണ്ട്. എന്താ? എനിക്ക് കർത്താവിൻ്റെ എന്ന് പറയാം, കർത്താവെ ഞാൻ പറയാനുള്ളത് പറഞ്ഞ്, പിന്നെ അവർക്കുള്ളതാ ബാക്കി കാര്യം. പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? സ്തോത്രം. അതുകൊണ്ട് ഇനി ബാക്കിയുള്ളത് നിങ്ങൾ തീരുമാനിച്ചോണം. വചനം കേൾക്കാൻ പോവുക. സ്തോത്രം. നമ്മൾ ചിന്തിച്ചു വരുന്ന വിഷയം ട്രാൻസ്ഫോർമേഷൻ എന്നാണ്. ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, ട്രാൻസ്ഫോർമേഷൻ്റെ പ്രാരംഭ ഭാഗം, അതിൻ്റെ എന്താണ്, വാട്ട് ഇറ്റ്സ് മീൻ, അർത്ഥമാക്കുന്നത് എന്ന വിഷയം നമ്മൾ ചിന്തിപ്പനിടയായി. സ്തോത്രം. എന്താണ് ട്രാൻസ്ഫോർമേഷൻ്റെ അർത്ഥം? മലയാള അർത്ഥം എനിക്ക് മനസ്സിലായി, രൂപാന്തരമെന്ന്. സ്തോത്രം. നമ്മൾ അന്ന് ചിന്തിപ്പനിടയായി. എന്താ? എ ഡ്രാസ്റ്റിക് ചേഞ്ച് ഇൻ ദ ഫോം ഓർ അപ്പിയറൻസ് ഓഫ് അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു ഫോമിൽ നിന്നും ഒരു അവസ്ഥയിൽ നിന്നും മറ്റൊരവസ്ഥയിലേക്കുള്ളതായ വ്യതിയാനം. അതിന് എക്സാമ്പിളായിട്ട് ഞാനൊരു ഒരെണ്ണത്തെ പറഞ്ഞു. എന്തായിരുന്നു? ബട്ടർഫ്ലൈ അല്ലേ? ഒരവസ്ഥയിൽ നിന്നും മറ്റൊരവസ്ഥയിലേക്കുള്ള മാറ്റം. സ്തോത്രം. ഇതിനെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ചകളിൽ ചിന്തിപ്പാനിടയായി. ഇന്നത്തെ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഞാൻ ചിന്തിക്കുന്നത് ദ സ്റ്റെപ്സ് ഫോർ ദ ട്രാൻസ്ഫോർമേഷൻ ആവശ്യമായ ചില ബേസിക് സ്റ്റെപ്സുകളാണ്. അതിനാധാരമായി ഒരു വേദഭാഗം വായിക്കാം. എഫെസ്യ ലേഖനം. സ്തോത്രം. എഫെസ്യ ലേഖനം 4-ാം അധ്യായം 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. എല്ലാവരും ബൈബിളും തുറന്നേ. എവരിബഡി പ്ലീസ് ഓപ്പൺ. എല്ലാവർക്കും ബൈബിളും കൊണ്ടാണ് വന്നതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സ്തോത്രം. ഇല്ലാത്തവരെ ഞാൻ കൈപൊക്കിക്കുന്നില്ല ഇന്ന്. എഫെസ്യ ലേഖനം 4:22 മുതൽ 24 വരെ നിർത്തി വായിച്ച് എല്ലാവർക്കും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. ആകയാൽ ഫോഷ്കുപേക്ഷിച്ച് ഓരോരുത്തൻ താൻ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പീൻ. നാം തമ്മിൽ അവയവങ്ങളല്ലോ. മതി. സ്തോത്രം. അവിടെ 22 മുതലാണ് നമ്മൾ വായിച്ചത്. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളിലുള്ള ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. ഓക്കെ. വുഡ് യു പ്ലീസ് ഇൻ ഇംഗ്ലീഷ് സംബഡി? ലൗഡ്ലി വായിക്കണം. കുഞ്ഞുങ്ങൾ എനിക്ക് കുഞ്ഞുങ്ങൾ വായിച്ചാൽ മതി. ഉറക്കെ വായിക്കണം. മൈക്ക് കൊടുത്തേ അവർ വായിക്കട്ടെ. ഉറക്കോ മൈക്കിൽ കൂടെ വായിക്കട്ടെ. പെട്ടെന്ന് വായിച്ചോ.
You were taught with regard to your former way of life to put off your old self, which is being corrupted by its deceitful desires, to be made new in the attitude of your minds, and to be put on the new self, created to be like God in true righteousness and holiness. ഓക്കെ മതി. സോ വാട്ട് ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്? വായിച്ചവരോടെ ചോദിക്കുന്നത്. നമ്മൾ പുതിയ ആളാവണം. ദൈവത്തിൻ്റെ വഴി നടക്കണം. നമ്മുടെ ഓൾഡ് സെൽഫ് മാറ്റി വെച്ചിട്ട് ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, പ്രൈസ് ഗോഡ്. ദൈവം സഹായിക്കട്ടെ അവളെ. ഓക്കെ, ഇവിടെ നമ്മൾ ചിന്തിച്ച വിഷയം ബേസിക് സ്റ്റെപ്സ് ഫോർ ദ ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, ഇവിടെ വായിക്കുന്ന ഭാഗം ചിന്തിച്ചാൽ അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമുണ്ട്, ദൈവാനുരൂപമായ, അല്ലേ? ആ വാക്യം എന്ത് പറഞ്ഞിരിക്കുന്നത്? ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുക. ഓക്കെ, അപ്പോ ദൈവാനുരൂപമായി മാറ്റപ്പെടുക. The transformed in the likeness of God. അതാണ് അൾട്ടിമേറ്റ് പ്രധാനപ്പെട്ട. ദൈവാനുരൂപമായി മാറുന്നതാണല്ലോ ട്രാൻസ്ഫോർമേഷൻ. ഒരു രൂപാന്തരം എന്ന് പറയുന്നത് ദൈവത്തോട് അനുരൂപപ്പെടുക, ദൈവത്തോട് ലൈക്ക്നെസ്സിലേക്ക് വരുന്നതായ ഒരു അവസ്ഥയാണ്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ദൈവാനുരൂപമായ ചിന്തയിലേക്ക്, ദൈവാനുരൂപമായ ജീവിത ശൈലിയിലേക്ക്, ദൈവാനുരൂപമായ ജീവിതത്തിലേക്ക് വരുന്നതാണ് യഥാർത്ഥമായ രൂപാന്തരം എന്ന് പറയുന്നത്. സ്തോത്രം. അതിനു വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. നമ്മെ ഓരോരുത്തരെയും കർത്താവ് വിളിച്ചിരിക്കുന്നത് ആ ദൈവാനുരൂപമായ അവസ്ഥയിലേക്ക് മാറ്റപ്പെടുവാൻ വേണ്ടിയാ. സ്തോത്രം. യിരെമ്യാവിനോട് ദൈവം പറയുന്നു, ഞാൻ നിന്നെ സ്തോത്രം പ്രവാചകനായി വിളിച്ചിരിക്കുന്നു. അവന് പറഞ്ഞിരിക്കുന്നു വിശുദ്ധീകരിച്ച്. എന്താ വായിച്ചേ? 1 യിരെമ്യാ പ്രവചനം. യിരെമ്യാവിനെ വിളിച്ചൊരു വിളിയുണ്ട്. യഹോവയുടെ അരുളപ്പാട് എനിക്ക് ഉണ്ടായതെന്നാൽ നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. മതി. ഇവിടെ ഒരു കോളിംഗ് പ്രവാചകന്റെ പേര് കിടക്കുക. സ്തോത്രം. എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് ഒരു പുതുമനുഷ്യനായി ജീവിക്കാനാ, ദൈവാനുരൂപമായി ജീവിക്കാനാ, ദൈവത്തിന്റെ ലൈക്ക്നെസ്സിലേക്ക് നമ്മൾ മാറ്റപ്പെടാനാ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ഇവിടെ പൗലോസ് പറയുന്നു, നിങ്ങൾ ദൈവാനുരൂപമായ ചിന്തയിലേക്കും ദൈവാനുരൂപമായ ജീവിത ശൈലിയിലേക്കും ദൈവാനുരൂപമായ ജീവിതത്തിലേക്കും മാറ്റപ്പെടണം. അതായിരിക്കണം നമ്മളുടെ അൾട്ടിമേറ്റ് എയിം. ഓക്കെ, until unless we have transformed the life, we are not transformed into Christ. നമുക്കൊരു ട്രാൻസ്ഫോർമേഡ് ലൈഫ് ഇല്ലാതെ ക്രിസ്തുവുമായിട്ട് ചേർന്ന് ഒരു രൂപാന്തരപ്പെട്ട ജീവിതം നയിക്കാൻ നമുക്ക് സാധ്യമല്ല. അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ചില പ്രത്യേകമായ ചില സ്റ്റെപ്പുകൾ, അതിനാവശ്യമായ ചില കാര്യങ്ങൾ ഒക്കെ ഈ വേദഭാഗത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിൻ്റെ 22-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച്. ഒന്നാമത്തെ കാര്യം റിനൗൺസ്ഡ്. ഓക്കെ, വേഴ്സ് 23, റിനൗൺസ്, ഉപേക്ഷിക്കുക. എന്താണ് ഉപേക്ഷിക്കേണ്ടത്? ഇവിടെ പറയുന്നുണ്ട്, എന്ത് ഉപേക്ഷിക്കണം? പറഞ്ഞേ എന്താ ഉപേക്ഷിക്കാൻ പറഞ്ഞ പൗലോസ് അവിടെ? പഴയ മനുഷ്യനെ ഉപേക്ഷിക്കണം, അല്ലേ? നമ്മൾ ഉപേക്ഷിക്കേണ്ട 3 കാര്യങ്ങൾ, 2-3 കാര്യങ്ങൾ പലതുണ്ട്, എങ്കിലും എടുത്ത് പറയാം. ഒന്നാമത്തെ കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നു, റിജക്റ്റിംഗ്, റിനൗൺസ് ദ ഓൾഡ് സെൽഫ് ഓർ ഓൾഡ് മാൻ. പഴയ മനുഷ്യനെ ഉപേക്ഷിക്കണം, അല്ലേ? പഴയ മനുഷ്യനെ ഉപേക്ഷിക്കണം. ആരായി പഴയ മനുഷ്യൻ? ആരാ? ഹൂ ഇസ് ദ ഓൾഡ് മാൻ? ഓക്കെ, ദാറ്റ്സ് വെരി ഗുഡ്. ഓക്കെ, എന്താ ആരാ പഴയ മനുഷ്യൻ? ലോകമനുഷ്യൻ. അവിടെ നിൽക്കട്ടെ. പഴയ മനുഷ്യൻ ആരാ? സ്തോത്രം. എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള ഒരുവൻ ഉണ്ടല്ലോ, രക്ഷിക്കപ്പെടുന്നതിന് മുൻപേ ഉള്ള ഒരു മനുഷ്യൻ, അവൻ്റെ പേരാ പഴയ മനുഷ്യൻ. ഓക്കെ,
മറ്റേ പഴയ പാമ്പൊക്കെ ഉണ്ട്, പഴയ സാത്താനൊക്കെ ഉണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊന്നും അല്ല നമ്മുടെ വിഷയം. ഇവിടെ പറഞ്ഞിരിക്കുന്നു, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ പഴയ മനുഷ്യനെ എന്ത് ചെയ്യണം? ഉപേക്ഷിക്കണം. കൊലോസ് ലേഖനത്തിലേക്ക് വന്നാൽ അവിടെ പറഞ്ഞിരിക്കുന്നു, ഈ മനുഷ്യനെ വെറുതെ ഉപേക്ഷിക്കുകയല്ല, അതിൻ്റെ പ്രവൃത്തികളോടുകൂടി ഉപേക്ഷിക്കണം. 3:9 നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടി ഉരിഞ്ഞു കളഞ്ഞ്. മതി. പഴയ മനുഷ്യനെ പ്രവൃത്തികളോടുകൂടി എന്ത് ചെയ്യണം? ഉരിഞ്ഞു കളയണം. അവൻ്റെ പ്രവൃത്തികളോട്. ഇനി അവൻ്റെ പ്രവൃത്തി എന്താ? പഴയ മനുഷ്യൻ്റെ പ്രവൃത്തി എന്താ? എന്നാ ഇവിടെ പൗലോസ് പറയുന്നു, പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ, അറിയൂ വിത്ത് മീ, നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, ഓക്കെ, പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളയണം. എന്താണ് പഴയ മനുഷ്യൻ്റെ പ്രവൃത്തി? 5 മുതൽ വായിച്ചോ. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിൻ. നിങ്ങളുടെ അവയവങ്ങളെ, ഇതാണ് പഴയ മനുഷ്യൻ. ഈ മനുഷ്യനെ നിങ്ങൾ എന്ത് ചെയ്യണം? മരിപ്പിക്കണം, ഉരിഞ്ഞു കളയണം. ഇതിനെ ധരിച്ചോണ്ട് നടക്കരുത്. ഇറ്റ്സ് വെരി അഷൈംഡ്. ഇത് ധരിക്കുന്നത് വളരെ മോശമാണ്. സ്തോത്രം. അപ്പോൾ ഈ പഴയ മനുഷ്യനെ നമ്മൾ എന്ത് ചെയ്യണം? ഉരിഞ്ഞു കളയണം. സ്തോത്രം. ഈ ഉരിഞ്ഞു കളയുക എന്ന് പറയുമ്പം നമുക്ക് യോഗ്യമല്ലാത്തത് ധരിക്കുന്നത് വളരെ അഷൈംഡാണ്, അല്ലേ? സ്തോത്രം. ഞാനൊരു ഇത് സിമ്പിൾ പറയാം. 2 ആഴ്ച മുന്നേ ഒരു സാറ്റർഡേയിലൊരു മീറ്റിങ്ങിന് എനിക്കിഷ്ടമുള്ളൊരു ഷർട്ടുണ്ട്. ഏറ്റവും ഇഷ്ടമുള്ളൊരു ഷർട്ടാണ്. പ്രത്യേകിച്ച് ഇഷ്ടമുള്ളൊരു കളറുമാണ്. ഞാൻ ഇട്ടുകൊണ്ട് പോയി. അത് വളരെ റയറായിട്ട് ഇടുന്നുള്ളൂ. അന്ന് സൂക്ഷം പോലെ ഇട്ടു. അന്ന് അത് ഇടാൻ ഇടയായി. അന്ന് ഇട്ടിട്ട് പോയി. ഞാൻ അന്ന് വചനം കൊടുക്കുന്നത് കോട്ടിട്ടുണ്ട്. വചനം കൊടുക്കുന്നതിന് കുറച്ച് മുന്നേ കോട്ടങ്ങ് ഊരിയേക്കാന്ന് വിചാരിച്ച് കോട്ട് ഊരി നോക്കിയപ്പോൾ ഈ ഉടുപ്പിൻ്റെ പോക്കറ്റ് ഇത്രയും ഭാഗം അങ്ങ് മഷിയായി. കാര്യം എന്താ? വീട്ടിൽ നിന്നൊരു പേന എടുത്ത് കുത്തിയത് ഓപ്പോസിറ്റായി പോയി. അപ്പോൾ ഇതിൻ്റെ മഷി ലീക്ക് ചെയ്ത് ഈ ഭാഗം മുഴുവനുമായി. ഓക്കെ, പിന്നെ വിചാരിച്ചു വീട്ടിൽ കൊണ്ട് കഴുകി നോക്കാം. കഴുകിയിട്ടൊന്നും ഒരു രക്ഷയില്ല, ഇത് പോകുന്നില്ല. പിന്നെ അത് കളയുക എന്നുള്ളതേ ഉള്ളൂ. ബിക്കോസ് ഇറ്റ് ഈസ് അഷെയിംഡ് ടു വെയർ ദാറ്റ് ഡർട്ടി ഇൻ ദ പബ്ലിക്. It's very ashamed. See, in that case, let me ask a question. Are you not ashamed to wear or to carry your old man in the public? Are you not ashamed to carry the old nature? Are you not ashamed to talk the filthy languages? Are you not ashamed to watch which you don't supposed to watch? Are you not ashamed to leave the immorality, moreover the sexual immorality life? Are you not ashamed to leave the fashion of the world? Come on, the children of God, it is ashamed to carry these things in our life. We need to remove it. ഇത് ധരിച്ചുകൊണ്ട് നടക്കരുത്. ഇവിടെ പൗലോസ് പറയാ, നിങ്ങൾ എന്ത് ചെയ്യണം? ഉരിഞ്ഞു കളയണം. We need to remove it. You should not carry that. You should not wear it. If it is a dirty, you need to remove it. അതിനെ എന്ത് ചെയ്യണം? ഉരിഞ്ഞു കളയണം. ഓക്കെ, സ്തോത്രം. ഇവിടെ ഈ ഭാഗത്ത് പൗലോസ് പറയുന്നു, ഈ പഴയ മനുഷ്യനെ എന്ത് ചെയ്യണമെന്ന്? ഉരിഞ്ഞു കളയണം. പൗലോസ് മറ്റൊരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. റോമർക്ക് ലേഖനം 6-ാം അധ്യായം, ഈ മനുഷ്യനെ നിങ്ങൾ ക്രൂശിക്കണം. 6:6. Romans chapter 6 verse 6. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടി ക്രൂശിക്കണം എന്ന് നാം അറിയണം. സ്തോത്രം. എന്തോ ഈ ക്രൂശിക്കുക എന്ന് പറഞ്ഞാൽ? ക്രൂശിച്ചവൻ്റെ ഒരു കുഴപ്പമുണ്ടെന്നറിയാമോ? ക്രൂശിച്ചാൽ പിന്നെ ക്രൂശിൽ നിന്ന് പൊങ്ങത്തില്ല. ആ ക്രൂശിൽ തന്നെ മരിക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ പൗലോസ് പറയാ, നിങ്ങളുടെ പഴയ മനുഷ്യനെ എന്ത് ചെയ്യണം? ക്രൂശിക്കണം എന്ന് പറഞ്ഞാൽ ഇനി മേലിൽ അത് പൊങ്ങി പുറത്തു വരരുത്. അതതിൻ്റെ അർത്ഥം. അത് വെറുതെ ക്രൂശിക്കണമെന്നല്ല. സ്തോത്രം. ഗലാത്യ ലേഖനം 6:24 പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അതിനോടൊരു അഡ്ജക്റ്റീവ് കൂടെ ചേർത്ത് പറയുന്നുണ്ട്. 6:24. 5:24. ക്രിസ്തയേശുവിലുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചു. ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോട് കൂടെ
ആ ഓക്കെ, ഇംഗ്ലീഷ് ഒന്ന് വായിച്ചേ. നിങ്ങൾ എടുക്കുന്നു, ഞാൻ പറയുന്നത് നിങ്ങൾ എടുക്കുന്നുണ്ടോ അത് നോക്കിയിരിക്കുകയാണോ? Galatians chapter 5 verse 24. Quickly take it, read it then. ഉറക്കെ വായിരേ, കിട്ടിയവർ വായിച്ചോ. ആ ഓക്കെ, യെസ്. അവിടെ പറഞ്ഞിരിക്കുന്ന അവിടെ എങ്ങനെ നമ്മുടെ സിൻഫുൾ നേച്ചറിനെ ക്രൂശിക്കണം, ആ സ്വഭാവത്തെ. അപ്പോൾ പൗലോസ് പറയാ നിങ്ങളുടെ ആ പാപ സ്വഭാവത്തെ ക്രൂശിക്കണം. ക്രൂശിച്ചാൽ പിന്നെ പുറത്തു വരത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയണം. രണ്ടാമത്തെ കാര്യം അതിനോട് ചേർന്ന് റിമൂവ് യുവർ സിൻഫുൾ ഹാബിറ്റ്. നമുക്കൊരു പാപ സ്വഭാവമുണ്ട്. ഉണ്ടോ? പാപ സ്വഭാവം ഉണ്ടോ? ഇല്ലേ? പാപ സ്വഭാവം ഉണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. പൗലോസ് പറയുന്നുണ്ട് അല്ലേ, പാപ സ്വഭാവമുണ്ട്. പക്ഷേ ഈ സിൻഫുൾ, എൻ്റെ ചിന്തയിൽ ഈ സിൻഫുൾ ഹാബിറ്റ് എന്ന് പറയുന്നൊരു ഹാബിറ്റ് ഇല്ല വാസ്തവത്തിൽ. സിൻഫുൾ ഹാബിറ്റ് എന്ന് പറയുന്നൊരു ഹാബിറ്റ് ഇല്ല. പിന്നെ എന്താ ഉള്ളതെന്ന് അറിയാമോ? ദ സിൻഫുൾ എന്നാൽ അത് നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുന്നറിയാം, ഹാബിറ്റാക്കി മാറ്റുന്നതാണ്. ലിസൺ കെയർഫുള്ളി. ദ സിൻഫുൾ ഹാബിറ്റ് എന്ന് പറയുന്നൊരു ഹാബിറ്റ് അല്ല, പക്ഷേ ആ കാര്യം നമ്മൾ എന്ത് ചെയ്യും, ഹാബിറ്റാക്കി മാറ്റും. അതായത് എവരി സിൻഫുൾ ഹാബിറ്റ്സ് സ്റ്റാർട്ട് വിത്ത് എ സിൻഫുൾ ദ ലെസ്റ്റ്. ഒന്നുകൂടെ പറയാം, എവരി സിൻഫുൾ ഹാബിറ്റ്സ് സ്റ്റാർട്ട്സ് ആസ് എ സിൻഫുൾ ഡിസയർ. മോഹം ഗർഭം ധരിച്ച് പ്രസവിക്കുന്നത്. അപ്പോൾ ഒരു ഹാബിറ്റ് ഉണ്ടാകുന്നത് എപ്പോഴാണ്? നമ്മളിൽ ഉണ്ടാകുന്ന സിൻഫുൾ ഡിസയേഴ്സ് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുമ്പോഴാണ്. സോ ദെൻ ഇറ്റ് ബിക്കെയിം ഹാബിറ്റായി മാറും. അപ്പോൾ ശ്രദ്ധിക്കണേ, ഈ പാപം നിങ്ങളുടെ ശരീരത്തിൽ കർത്തൃത്വം നടത്തരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. റോമർക്ക് ലേഖനം 6:12-14 വായിച്ചു, പെട്ടെന്ന് വായിച്ചു. ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാർ ഇനി വാഴരുത്. ഇനി വാഴരുത്. ശ്രദ്ധിക്കണം, നിങ്ങളുടെ ശരീരങ്ങളിൽ ഇനി പാപ കർത്തൃത്വം നടത്തരുത്. അതിനെ ക്രൂശിക്കണം, അതിനെ ഉരിഞ്ഞു കളയണം. ഈ ബ്രേക്കിംഗ് ദ സിൻഫുൾ ഹാബിറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്, അറിയാമോ? ഒരു പാപത്തിന് നീ അടിമപ്പെട്ടെങ്കിൽ ആ പാപത്തിൽ നിന്ന് പുറത്തു വരുവാൻ ഈസി അല്ല. ലിസൺ കെയർഫുള്ളി, ശ്രദ്ധിച്ചേ കുഞ്ഞുങ്ങളെല്ലാം ശ്രദ്ധിച്ചേ. ഇഫ് യു ആർ അഡിക്റ്റഡ് ഓർ ഹാബിറ്റ്സ് ഓഫ് സം എ സിൻഫുൾ നേച്ചർ, it is not easy to come out from that sinful nature or sinful habits. Only way which we can come out from the sinful habit is completely trust in the Lord. Because only through Jesus we can overcome the sinful natures or sinful habits. There is no other way which you can come out from the sinful habits. Listen, കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങൾ ഏതെങ്കിലും പാപത്തിന് അടിമയാണെങ്കിൽ, if you still have any kind of sinful habits in your life, trust in the Lord. Trust in the Lord. God will enable you to come out, to overcome that sinful habits. There's no other way. അതുകൊണ്ട് പൗലോസ് പറയുന്നു, നിങ്ങളുടെ ശരീരത്തിൽ ഇനി എന്ത് ചെയ്യരുത്? അതിന്റെ മോഹങ്ങളെ, പാപത്തിന്റെ മോഹം എന്ത് ചെയ്യരുത്? കർത്തൃത്വം നടത്തരുത്, വാഴരുത്, ഓവറോൾ ചെയ്യരുതെന്ന്. നിന്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് പാപമാകരുത്. നിന്റെ ജീവിതത്തെ കർത്തൃത്വം നടത്തുന്നത് പാപത്തിന്റെ ഇഷ്ടമാകരുത്. യു നീഡ് ടു കം ഔട്ട് ഫ്രം ദാറ്റ്. അതാണ് പൗലോസ് ഇവിടെ ആവശ്യപ്പെടുന്നത്. അപ്പോൾ റിമൂവ് ദ സിൻഫുൾ ഹാബിറ്റ്സ്. മൂന്നാമത്തെ കാര്യം, ടേണിങ് അവേ ഫ്രം ദ വേൾഡ്ലി ഡിസൈർസ്. അതിലൊന്നും പോകുന്നില്ല, ഒറ്റ വാക്യം മാത്രം വായിച്ച് പറയാം. തീത്തോസിന്റെ ലേഖനം 2:12 വാക്യം. പ്രബോധിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യുക. ആരും നിന്നെ തുച്ഛീകരിക്കരുത്. ആരും നിങ്ങൾ തുച്ഛീകരിക്കരുത്. ടൈറ്റസ് ചാപ്റ്റർ 2:12. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും
വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരണം. അത് നമ്മെ ശിക്ഷിച്ചു. ഇപ്പൊ പ്രപഞ്ച മോഹങ്ങൾ അവിടെ കൊടുത്തിരിക്കുന്നത് വേൾഡ്ലി പ്ലഷേഴ്സ് എന്നാണ്. We need to come out from the worldly pleasures. We need to come out from the sinful habits. ഇതെല്ലാം നമ്മൾ ഉരിഞ്ഞു കളയേണ്ടതും പുറത്തു വരേണ്ടതുമായ കാര്യമാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ ചിന്തിച്ചത് റിനൗൺസ്ഡ്. നമ്പർ 2, രണ്ടാമത്തെ കാര്യം റിന്യൂ. വേഴ്സ് 23 നമ്മൾ വായിച്ച എഫെസ്യ ലേഖനം 4:23. റിന്യൂ. നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച്. ആത്മാവ് സംബന്ധമായി എന്ത് ചെയ്യണം? പുതുക്കം പ്രാപിക്കണം അല്ലേ? ഇവിടെ പറഞ്ഞിരിക്കുന്നു അവിടെ പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ എന്ത് ചെയ്യണം? ധരിക്കണം. അപ്പോ ഒന്നിനെ എന്ത് ചെയ്തു? ഉരിഞ്ഞു കളഞ്ഞു. എന്നിട്ട് പറയാ നിങ്ങൾ എന്ത് ചെയ്യണം? പുതുമനുഷ്യനെ. അപ്പൊ ഈ സ്തോത്രം ഇവിടെ ആരാണ് പുതുമനുഷ്യൻ? ആരായി പുതുമനുഷ്യൻ? പഴയ മനുഷ്യനെ ഉപേക്ഷിച്ചിട്ട് ആത്മാവ് സംബന്ധിച്ച് പുതുക്കം പ്രാപിച്ച മനുഷ്യനാണ് പുതുമനുഷ്യൻ. ഓക്കെ, ഈ മനുഷ്യനെ എന്ത് ചെയ്യണം? ധരിക്കണം. ഇപ്പൊ ഈ പുതുമനുഷ്യനെ ധരിക്കണമെങ്കിൽ ആരെ ഉപേക്ഷിക്കണം? പഴയ മനുഷ്യനെ ഉരിയണം. ഈ പഴയ മനുഷ്യനെ ധരിക്കാതെ ഉരിയാതെ പുതിയ മനുഷ്യനെ ധരിച്ചുകൊണ്ട് നടക്കരുത്. സ്തോത്രം. ഇന്ന് ഒത്തിരി പ്രശ്നം എന്താണെന്നറിയാമോ? ഒത്തിരി പേര് പഴയത് ഉരിഞ്ഞിട്ടില്ല. പഴയത് ഉരിഞ്ഞിട്ടില്ല, ഉരിയാതെ എന്ത് ചെയ്തിരിക്കുക? അപ്പം ഇങ്ങനെയുള്ളവരെ നമുക്കറിയാം ഈ എപ്പോഴാണ് പുതുമനുഷ്യനെ ധരിക്കുന്നത്? എപ്പോഴാണ് പുതുമനുഷ്യനെ ധരിക്കുന്നത്? ക്രിസ്തുവിനോട് ചേരുമ്പോൾ സ്പെസിഫൈ ചെയ്ത് പൗലോസ് ഒരു വാക്യം പറഞ്ഞിട്ടുണ്ട്, റോമർക്ക് ലേഖനം 6-ാം അധ്യായത്തിൽ. സ്നാനത്തോടുകൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? പുതുമനുഷ്യനെ ധരിക്കുന്നു. അപ്പോൾ ഈ പഴയ മനുഷ്യനെ ഉരിയാതെ പുതുമനുഷ്യനെ ധരിക്കുക എന്ന് പറഞ്ഞാൽ ശരിയായ മാനസാന്തരം വരാതെയുള്ള സ്നാനമാണ്. നീ യഥാർത്ഥമായി പാപത്തിൽ മരിക്കാതെയാണ് നീ സ്നാനപ്പെട്ടതെങ്കിൽ അതിൻ്റെ അർത്ഥം യു ആർ ജസ്റ്റ് വെയറിങ് എ ന്യൂ മാൻ ഓൺ ദ ടോപ്പ് ഓഫ് യുവർ ഓൾഡ് മാൻ. നമ്മുടെ ഒത്തിരി പേരുടെ പരാജയം എന്താ അറിയാമോ? വ്യക്തിപരമായി ദൈവവുമായിട്ടൊരു പേഴ്സണൽ എൻകൗണ്ടർ വന്നിട്ടില്ല. നമ്മൾ ജനിച്ചു, പെന്തക്കോസ്തിൽ ജനിച്ചു, അപ്പൻ്റെ അമ്മയുടെ നിർബന്ധം കൊണ്ട് ആരാധനയ്ക്ക് പോയി. അതിങ്ങനെ ട്രഡീഷണലായി വന്ന് നമ്മൾ ഓരോ വർഷങ്ങൾ കഴിഞ്ഞോറും ഇന്ന് നമ്മൾ വ്യക്തമായി ഒന്ന് ചോദിക്കണം, ഞാൻ എന്നാ രക്ഷിക്കപ്പെട്ടെ? ഞാൻ ജ്ഞാനപ്പെട്ടപ്പോൾ ഒരു തീരുമാനമെടുത്തോ? ഞാൻ പഴയ മനുഷ്യനെ ഉപേക്ഷിച്ചിട്ടാണോ ഉരിഞ്ഞിട്ടാണോ ഞാൻ സ്നാനപ്പെട്ടെ? ഇത് നമ്മൾ ചോദിക്കണം, അകത്തോട്ട് നമ്മൾ ചോദിക്കണം. അപ്പോൾ ഒത്തിരി പേരുടെ ജീവിതം ഇതുപോലെ സ്നാനപ്പെട്ടിട്ട് ജീവിതത്തിലും സംസാരത്തിലും മനോഭാവത്തിലും ഇടപാടുകളിലും ചിന്തകളിലും വ്യതിയാനം വന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം പഴയ മനുഷ്യനെ ഉപേക്ഷിക്കാതെ നീ പുതിയതെടുത്ത് മോളിയിട്ടെന്ന് അർത്ഥം മാത്രമുണ്ട്. പഴയതിനെ ഉപേക്ഷിക്കാതെ, സ്തോത്രം, കാഴ്ചപ്പാടിന് വ്യതിയാനം വന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം പഴയതിൻ്റെ മുകളിൽ പുതിയതിട്ടോണ്ട് നടക്കുക. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ പഴയതിനെ ഉപേക്ഷിക്കണം, ഉരിഞ്ഞു കളയണം. ഇത് പ്രശ്നം എന്തറിയാമോ? ഈ പഴയതിനെ ഉപേക്ഷിക്കാതെ പുതിയതിലിട്ടാലോ കുഴപ്പം ഞാൻ പറയാം. പഴയതിനെ ഉപേക്ഷിക്കാതെ ചില സന്ദർഭങ്ങളുണ്ടല്ലോ, ഈ അകത്ത് കിടക്കുന്ന പഴയതിന് ഓടി കയറും, പുതിയതിന് മേളിൽ കയറും. പിന്നെ ഒരു ഉപവാസ പ്രാർത്ഥനയും ഒരു സമർപ്പണമൊക്കെ വരുമ്പം പഴയതിനെ വീണ്ടും അകത്തോട്ട് ഒതുക്കും, പുതിയത് മേളിൽ കയറി വരും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഉപവാസത്തിൻ്റെ ചൂടും കാര്യങ്ങളൊക്കെ അങ്ങ് കുറച്ച് കുറയുമ്പം പിന്നെയും ആര് മേളിൽ കയറും? പഴയ മനുഷ്യൻ മേളിൽ കയറും, പുതിയ മനുഷ്യൻ അകത്തോട്ട് പോകും. മനസ്സിലാവുന്നുണ്ടോ? സാഹചര്യങ്ങൾക്കനുസരിച്ച ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിയാനപ്പെടുത്തുക. പക്ഷേ പൗലോസ് പറഞ്ഞൊരു ഭാഷ്യമുണ്ട്, പഴയ മനുഷ്യനെ ക്രൂശിച്ചാലൊരു കുഴപ്പമുണ്ട്, പിന്നെ എന്ത് ചെയ്യത്തില്ല? കണ്ടോ വ്യത്യാസം മനസ്സിലായോ? പഴയ മനുഷ്യനെ നീ ക്രൂശിച്ചാൽ നിന്റെ പഴയ മനുഷ്യൻ പിന്നെ പൊങ്ങി വരത്തില്ല, ഇത് ഓൾഡ് നേച്ചർ വരത്തില്ല, പാപ സ്വഭാവം പൊങ്ങി വരത്തില്ല. കാരണം നീ ധരിച്ചിരിക്കുന്നത് ഒരു പുതുമനുഷ്യനെയാണ്. അതുകൊണ്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിന്യൂ എന്നുള്ളതാണ്. റിന്യൂ. ഓക്കെ, ഒന്നാമത്തെ സ്റ്റെപ്പ് പറഞ്ഞു, 2. ഓക്കെ, മൂന്നാമത്തെ സ്റ്റെപ്പ് റിഫ്ലക്റ്റ്.
അതിൻ്റെ 24-ാം വാക്യം പറഞ്ഞിരിക്കുന്നു, ദൈവാനുരൂപമായ ദ ലൈക്ക്നെസ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന് അനുരൂപമായ സ്വഭാവം, അല്ലേ? സ്തോത്രം. എന്താ വായിച്ചേ? ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. ദൈവാനുരൂപമായ, ഇറ്റ്സ് എ റിഫ്ലക്ഷൻ. ദൈവത്തിന് അനുരൂപമാകുക. ദൈവികമായ സ്വഭാവം നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യപ്പെടണമെങ്കിൽ രണ്ട് കാര്യം മുന്നേ നടക്കണം. ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. റിന്യൂ ചെയ്യണം. പുതുക്കപ്പെട്ട മനുഷ്യനെ ധരിക്കണം. അങ്ങനെ ധരിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ? നമ്മൾ ദൈവത്തെ, അല്ലെങ്കിൽ അത് നമ്മളിൽ കൂടെ റിഫ്ലക്റ്റ് ചെയ്യപ്പെടുമെന്നുള്ളതാണ്. സ്തോത്രം. മറ്റൊരു ഭാഗം പറഞ്ഞിരിക്കുന്നത് 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ ദിവ്യ സ്വഭാവത്തിന് എന്ത് ചെയ്യും? ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകും. ഓക്കെ, എപ്പോഴാ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകുന്നേ? ദൈവത്തെ, അല്ലെങ്കിൽ പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് പുതിയ മനുഷ്യനെ ധരിക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് കൂട്ടാളികളാകുക എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. അങ്ങനെ വന്നാൽ ഈ ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മളിലേക്ക് വെളിപ്പെടും. പൗലോസ് നമ്മെ വിളിച്ചിരിക്കുന്നത്, പൗലോസ് പറയുന്നത് എപ്പോഴാ നമ്മൾ പൗലോസ് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ്, ക്രിസ്തുവിൻ്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടാകട്ടെ. അത് നമ്മളിൽ റിഫ്ലക്റ്റ് ചെയ്യപ്പെടണം. എൻ്റെ ഇടപാടിൽ, എൻ്റെ സംസാരത്തിൽ, എൻ്റെ കമ്മ്യൂണിക്കേഷനിൽ, എൻ്റെ ജോലി സ്ഥലത്ത്, ഞാൻ പോകുന്ന ഏരിയയിൽ, ഇവിടെയൊക്കെ ക്രിസ്തുവിന്റെ സ്വഭാവം റിഫ്ലക്റ്റ് ചെയ്യപ്പെടണം. സഭയ്ക്കകത്ത് വരുമ്പോൾ മാത്രമല്ല ക്രിസ്തുവിന്റെ സ്വഭാവം റിഫ്ലക്റ്റ് ചെയ്യേണ്ടത്. wherever you go, നീ പോകുന്നിടത്ത്, നിന്റെ യൂണിവേഴ്സിറ്റിയിൽ, നിന്റെ കോളേജിൽ, നിന്റെ സ്കൂളിൽ, when you are alone at home, the Christ nature, the likeness of God need to reflect in your face. മോശയെ കുറിച്ചൊരു കാര്യം പറയുന്നുണ്ട്. മോശ ദൈവത്തോട് ഒരുമിച്ച് സമയം ചെലവഴിച്ചിട്ട് ഇറങ്ങി വന്നപ്പം ദൈവത്തിൻ്റെ തേജസ് എവിടെ കാണാൻ കഴിഞ്ഞു? മോശയുടെ മുഖത്ത് കാണാൻ കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ, കാരണം നീ ദൈവത്തോടൊപ്പം സമയം ചെലവഴിച്ചാലുണ്ടല്ലോ, ദൈവസ്ഥനിൽ നീ ഇരുന്നാലുണ്ടല്ലോ, ദൈവത്തോടൊപ്പം നീ സമയം ചെലവഴിച്ചാൽ ദൈവത്തിൻ്റെ സ്വഭാവം നിന്നിൽ കൂടെ വെളിപ്പെട്ട് വരും. നിന്റെ ഇടപാടിൽ കൂടെ വെളിപ്പെട്ട് വരും. നിന്റെ സംസാരത്തിനകത്ത് വെളിപ്പെട്ട് വരും. ഹല്ലേലൂയ. നിന്റെ ഇടപാടുകളിൽ അതുണ്ടാകും. സ്തോത്രം. നിന്നെ കാണുമ്പോൾ പറയും, ഇവനൊരു ദൈവ പൈതലാണെന്ന്. എപ്പോഴറിയുന്നേ? ദൈവത്തിൻ്റെ സ്വഭാവം വെളിപ്പെട്ട് വരുമ്പോൾ. 4-ാമത്തെ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താൻ താല്പര്യപ്പെടുക. 4-ാമത്തെ കാര്യം, റെസിസ്റ്റ്. ഹല്ലേലൂയ. സ്തോത്രം. റെസിസ്റ്റ്. ഹല്ലേലൂയ. റിജക്റ്റ്. 4-ാമത്തത് റെസിസ്റ്റ്. ഓക്കെ, പ്രതിരോധിക്കുക. സ്തോത്രം. പ്രതിരോധിക്കുക. അപ്പോൾ യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യം വായിച്ചു. മതി. പിശാചിനോട് എതിർത്തു നിൽക്കണം. 2 കൊരിന്ത്യർ ലേഖനം 11-3 വാക്യവും. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. മതി. ശ്രദ്ധിക്കണേ, ഇവിടെ പിശാച് എപ്പോഴും ശ്രമിക്കുന്നത് ഏതു വിധേനയും ദൈവാനുരൂപമായ അവസ്ഥയിൽ നിന്നും നിന്നെ പുറകോട്ട് മാറ്റാനാ. The devil is always behind us. എല്ലായ്പ്പോഴും പിശാച് നമ്മുടെ പിറകിലുണ്ട്. എന്തിനാന്ന് ചോദിച്ചാൽ, ദൈവാനുരൂപമായ സ്വഭാവത്തിൽ നിന്നും, ദൈവികമായ സ്വഭാവത്തിൽ നിന്നും നിന്നെ പുറകോട്ട് മാറ്റാൻ എല്ലായ്പ്പോഴും പിശാച് നമ്മോടൊപ്പമുണ്ട്. ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. യെസ്. കർത്താവായ യേശു ക്രിസ്തു ഉപവസിച്ചിട്ട് പോയപ്പോൾ യേശുവിൻ്റെ കൂടെ ചെന്ന്, പിന്നെ നീ. സ്തോത്രം. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ. ഹല്ലേലൂയ. അപ്പോൾ ഈ പിശാച് പുറകിലുണ്ട്. അത് ഈ പിശാച് പുറകെ വരുന്നത് എങ്ങനെയാണെന്നറിയാമോ? എങ്ങനെ പിശാച് പുറകെ വരുന്നത്? 2 കൊമ്പും വെച്ച്, 2 മുഖം, ഡെവിളിക് ഫേസ് ഒക്കെ വെച്ച്, അങ്ങനെയാണ് വരുന്നത് പിശാച് വരുന്നത്. ഹൗ ദ ഡെവിൾ ഈസ് കമ്മിങ് ബിഹൈൻഡ് യു? വലിയ ഇവിടുത്തുകാർ കാണിക്കുന്നല്ലോ, എന്തോ ഇങ്ങനെയൊക്കെ വെച്ചോണ്ടാണ് വരുന്നത്. നോ. സ്തോത്രം. യോസഫിൻ്റെ പുറകെ പിശാച് പോയി. എങ്ങനെയാണെന്ന് അറിയാമോ? എങ്ങനെ പോയേ? കണ്ടോ? യോസഫിൻ്റെ പുറകെ പിശാച് പോയി. വേറെ രൂപത്തിലൊന്നുമല്ല, പോത്തിഫേറിൻ്റെ ഭാര്യയുടെ രൂപത്തിലാണ്. ഇതുപോലെ വരുന്ന പിശാചുകളുണ്ട്. When to realize, resist the devil. നിന്നെ പാപത്തിലേക്ക് വലിച്ചഴിക്കുന്ന, പാപ സ്വഭാവത്തിലേക്ക് നിന്നെ വലിച്ചു കൊണ്ടുപോകുന്ന, ദൈവമായ ബന്ധത്തിൽ നിന്നെ അകറ്റുന്ന ഏതെങ്കിലും മണ്ഡലങ്ങൾ, ഒരുപക്ഷെ നിന്റെ വാക്കിൽ കൂടെ ആയിരിക്കും പിശാചുകൾ വരുന്നത്, നിന്റെ ഇടപാടിൽ കൂടെ ആയിരിക്കും വരുന്നത്,
നിന്റെ കുടുംബത്തിനകത്തൂടെ ആയിരിക്കാൻ വരുന്നത്. തിരിച്ചറിയണം. റെസിസ്റ്റ് ദ ഡെവിൾ. എതിർത്ത് നിൽക്കണം. നിന്നോട് പോരാടുന്ന ദൈവികമായ ബന്ധത്തിൽ നിന്നും, ദൈവികമായ കൂട്ടായ്മയിൽ നിന്നും, ദൈവികമായ ആ നിത്യതയിൽ നിന്നും നിന്നെ പുറകോട്ട് മാറ്റുന്ന പൈശാചികമായ ചിന്തകളെ, പ്രേരണകളെ, ആ ആഗ്രഹങ്ങളെ റെസിസ്റ്റ്. നോക്കിയേ, യോസഫിനെ നോക്കിയേ. പ്രലോഭനം ഇല്ലാന്ന് കേട്ടോ. ആരുണ്ടായിരുന്നു കൂടെ കാണാൻ? ആരെങ്കിലും ഉണ്ടായിരുന്നോ? ആരുമില്ല. അപ്പനുമില്ല, അമ്മയില്ല, വേറെ ആരുമില്ല. അവനെ അറിയുന്ന ആരുമില്ല. അവന് പൊത്തിഫേറിന്റെ ഭാര്യയ്ക്കൊന്ന് വഴങ്ങി കൊടുത്തിരുന്നുണ്ടല്ലോ. അന്നത്തെ ചിന്തയിൽ, ഇന്നത്തെ മാനുഷികമായ നിലയിൽ ചിന്തിച്ചാൽ അവന് ചിന്തിക്കാം, ഈ രാജ്യത്തിൻ്റെ ഏറ്റവും ഭാര്യയെ സ്വാധീനിച്ച പിന്നെ കിട്ടാത്ത കാര്യം എന്താ അല്ലേ? സ്തോത്രം. ചുരുക്കി പറഞ്ഞ യോസഫിൻ്റെ നിലയിൽ ആ പൈശാചികമായ മണ്ഡലമാണെങ്കിൽ അവന് ചിന്തിക്കാം, കുറേ കഴിയുമ്പം പൊത്തിഫേറിനെ അടിച്ച് അവൾ പുറത്തിറക്കും, എന്നെ അങ്ങ് അകത്തോട്ട് കയറ്റും. കയറാനുള്ള വഴി തുറന്നില്ലേ? വഴി തുറന്നോ? പിശാച് തുറക്കുന്ന വഴി കണ്ടോ? സ്തോത്രം. പക്ഷേ ദൈവികമായ പ്രമാണം, ദൈവബന്ധമുള്ള അകത്തുള്ളവൻ, സ്തോത്രം, അവൻ്റെ യൗവന പ്രായത്തിലാ. എന്നെപ്പോലെ നിങ്ങളെപ്പോലെ ഒക്കെ ജീവിച്ച യൗവനക്കാരനാണ് യോസഫ്. അവനുമുണ്ട് ലസ്റ്റ്, അവനുമുണ്ട് ആഗ്രഹങ്ങൾ, അവനുമുണ്ട് വാഞ്ച. പക്ഷേ അതിന് വഴങ്ങി കൊടുക്കാതെ he was running away. He's running away. Resist the devil, resist the evil power. That's what we want in. ഞാൻ പറയുന്നത് ആ ഒരു മണ്ഡലത്തിലല്ല, ഏതെല്ലാം ഏരിയയിൽ നിന്നെ ദൈവമായിട്ടുള്ള മണ്ഡലത്തിൽ നിന്നും, ദൈവത്തിൻ്റെ ബന്ധത്തിൽ നിന്നും ഏതെങ്കിലും കാണുന്ന കാഴ്ചകളോ ഇടപാടുകളോ സംസാരങ്ങളോ നിന്നെ പ്രലോഭിപ്പിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ഒരു തീരുമാനത്തോടെ പോകാവൂ. I need to resist the evil forces. അതിനെ റെസിസ്റ്റ് ചെയ്യണം. ഇവിടെ പറഞ്ഞിരിക്കുന്ന പൗൽ, സ്തോത്രം, ഹല്ലേലൂയ, അതിനെ അവൻ, സ്തോത്രം, എബ്രായ ബാലന്മാർ മറ്റൊരു മണ്ഡലമായിരുന്നു അവനെ പരീക്ഷിച്ചത്. അതിനെ അവൻ ഓർക്കം ചെയ്തു. സ്തോത്രം. നാലാമത്തെ കാര്യം, നാലാമത്തെ സ്റ്റെപ്പ്, ട്രാൻസ്ഫോർമേഷൻ. റെസിസ്റ്റ് ദ ഈവിൾ ഫോഴ്സസ്. നിന്നെ പിറകോട്ട് മാറ്റുന്ന ദൈവിക ബന്ധത്തിൽ നിന്നും, ദൈവിക കൂട്ടായ്മയിൽ നിന്നും അല്ല, നിത്യത നിനക്ക് ലഭിക്കുമെന്ന് അറിയുന്ന പിശാച്. നിന്റെ പണമല്ല പിശാചിന് വേണമെന്നേ, നിന്റെ കാറല്ല പിശാചിന് വേണം. നീ വിചാരിക്കും നിന്നെ ഒരു അപകടത്തിൽ ചെന്ന് ചെയ്തിട്ട് പോകും പിശാച് നിന്റെ അപകടത്തിൽപ്പെടുന്നത്. നോ, പിശാച് നിന്റെ പണവും വേണ്ട, നിന്റെ കാറും വേണ്ട, നിന്റെ ജോലിയും വേണ്ട. അവൻ്റെ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഏത് വിധേനയും നിന്നെ ദൈവികമായ ബന്ധത്തിൽ നിന്നും നിത്യതയിൽ നിന്നും അകറ്റി മാറ്റുക. അതിനാ നിന്നെ അവൻ സ്വാധീനിക്കുന്നത്. ഇന്ന് പകൽക്കാലം ചിൽഡ്രൻ ലിസൺ കെയർഫുള്ളി, ശ്രദ്ധിച്ച് കേൾക്കണം. ദിസ് വാട്ട് ദ ഡെവിൾ ഈസ് ട്രൈയിങ്. When you go to the school, when you go to the universities, many times the evil forces will come behind you. Resist it. You need to resist. Because our ultimate aim, നിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നിത്യതയാ. ഈ ലെസ്റ്റിന് നീ കീഴടങ്ങി കൊടുത്താൽ, ഈ പാപത്തിന് നീ അടിമയായാൽ നിനക്ക് നഷ്ടപ്പെടുന്നത് എന്താണെന്നറിയുമോ? ഇവിടെ കുറെ സുഖം കിട്ടും, ഇവിടെ ഒന്ന് സന്തോഷിക്കാം. But you are losing the great things, the eternity. സ്തോത്രം. റിയലൈസ് ഇറ്റ്. ഇവിടെ നമുക്ക് കുറെ സന്തോഷിക്കാൻ വേണ്ടിയുള്ള മാത്രത്തിന് ഓടരുത്. ഈ സന്തോഷം നിലനിൽക്കുന്നതല്ല. ഇഫ് യു തിങ്ക് ദാറ്റ് ദാറ്റ്സ് ദ ഓൺലി വേ വിച്ച് ഐ ക്യാൻ എൻജോയ്, ദാറ്റ് വിൽ നോട്ട് ലാസ്റ്റ്. ദാറ്റ്സ് വെരി ഷാഡോ. ബട്ട് ഡോണ്ട് ലൂസ് ദ എറ്റേണിറ്റി. നിത്യത നഷ്ടപ്പെട്ടു പോകരുത്. റെസിസ്റ്റ്. ഓക്കെ, ഞാൻ വേഗത്തിൽ നിർത്തിയ 4 കാര്യങ്ങൾ പറഞ്ഞു. സ്തോത്രം. എന്തൊക്കെയാ പറഞ്ഞു? റിനൗൺസ്, ഓക്കെ, റിന്യൂ, റിജക്റ്റ് ആൻഡ് റെസിസ്റ്റ്. ഈ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്താൽ വി ക്യാൻ ലീഡ് എ ട്രാൻസ്ഫോംഡ് ലൈഫ്. ഹല്ലേലൂയ. ഇത് ചെയ്ത ഒരു 5 മിനിറ്റും കൊണ്ടുണ്ട്. ഇത് ജീവിതത്തിൽ ചെയ്ത ഒരു വ്യക്തിയെ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തിയിട്ട് ഞാൻ നിർത്താം. നമ്മുടെ അടുത്തൊരു വിഷയമാണ് ബിബ്ലിക്കൽ എക്സാമ്പിൾസ് ഓഫ് ട്രാൻസ്ഫോംഡ് ലൈഫ് എന്ന് പറയുന്നത്. അതിലേക്ക് ഇനിയിപ്പോൾ എനിക്ക് ഒരാഴ്ച കൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും ചിന്തിക്കാതെ അതിൻ്റെ ജസ്റ്റ് സിമ്പിൾ എക്സാമ്പിൾ ഹൈലൈറ്റ് ചെയ്ത് പറയാം. ഇറ്റ്സ് നൺ അതർ ദാൻ അപ്പോസ്റ്റൽ പോൾ, പൗലോസ്. ജീവിതം നമ്മൾ പരിശോധിച്ചാൽ പൗലോസ് ഈ 4 കാര്യങ്ങളും പൗലോസിൻ്റെ ജീവിതത്തിൽ താൻ കൊണ്ടുവന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അത് ഞാൻ വേഗത്തിൽ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞു പോകാം. പൗലോസിനെ ചിന്തിച്ചേ, പൗലോസ് ആരായിരുന്നു? ഹു വാസ് ഹി? അവൻ്റെ പഴയ, ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ലുക്കിംഗ് ഹിസ് ദ ഓൾഡ് മാൻ. പൗലോസിൻ്റെ ഓൾഡ് മാനെയാണ് ഞാൻ ചിന്തിക്കുന്നത്. ഹു വാസ് ഹി?
ആ അവനെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞു. ഗലാത്യ ലേഖനം 1:14 വാക്യം വായിച്ചു. ഗലേഷ്യൻ ചാപ്റ്റർ 1:14. ഗലേഷ്യൻ ചാപ്റ്റർ 1:14. ഞാൻ ദൈവത്തിന്റെ സഭയെ അത്യന്തം ഉപദ്രവിച്ചു മുടിക്കുകയും ഞാൻ ഉപദ്രവിച്ചവൻ എന്റെ പിതൃപാരമ്പര്യത്തെ കുറിച്ച് അത്യന്തം എരിവേറി എന്റെ സ്വജനത്തിൽ സമപ്രായക്കാരായ പലരെക്കാൾ യഹൂദ മതത്തിൽ അധികം മുതിരുകയും ചെയ്തു പോന്നു. എങ്കിലും എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തന്റെ കൃപയാൽ മതി. അത് പഴയ അനുഭവം. ഫിലിപ്പിയ ലേഖനം 3:4 മുതൽ. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 3:4-6. ഫിലിപ്പിയൻസ് ചാപ്റ്റർ. പക്ഷേ എനിക്ക് ജഡത്തിലും ആശ്രയിപ്പാൻ വകയുണ്ട്. മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാമെന്ന് തോന്നിയാൽ എനിക്കധികം. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്യൻ, എങ്കിലും എനിക്ക് ലാഭമായതൊക്കെ. ശ്രദ്ധിക്കണേ. പൗലോസിന്റെ ഓൾ നേച്ചറാണ് അവൻ. നമുക്കറിയാം. മറ്റൊരു ഭാഗം പറയുന്നു, ഞാൻ നിഷ്ഠൂരനും പാപികളിൽ ഒന്നാമനുമാണ് എന്നാ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. സോ ദാറ്റ് വാസ് ഹിസ് ഓൾ മാൻ. കണ്ടോ, ഈ ഓൾ മാനെ ഒരിക്കൽ ദൈവം പിടിച്ചു. അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ അറിയാം, ദമസ്കോസിന്റെ പടിവാതിൽക്ക് വെച്ച് ഒരു പേഴ്സണൽ എൻകൗണ്ടറിങ് ഉണ്ടാകുക പൗലോസിന്. സോ ഒരു പേഴ്സൺ, ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, until unless you have the personal encountering with God, it is impossible to lead a transformed life. It's impossible. You can't lead a transformed life until unless you have a personal encounter with God. ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുന്ന എല്ലാവരോടും ഞാൻ ചോദിക്കുന്നത്, വ്യക്തിപരമായി ദൈവമായിട്ടൊരു എൻകൗണ്ടറിങ് വന്നിട്ടുണ്ടോ? ഒരു എൻകൗണ്ടറിങ് വന്നിട്ടുണ്ടോ? ഇവിടെ പൗലോസിന്റെ ജീവിതത്തിൽ ഒരു എൻകൗണ്ടറിങ് വന്നപ്പോൾ അവൻ്റെ പഴയ മനുഷ്യനെ അവനങ്ങ് ഒഴിയുക. എന്നിട്ട് അവൻ അടുത്ത സ്റ്റെപ്പ് അവൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, കർത്താവേ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? 22-ാം അധ്യായത്തിലേക്ക് വന്നറിയാം. അപ്പോസ്തലപ്രവൃത്തി 22-ന്റെ 10-ാം വാക്യം വായിക്കുക. അവിടെ കാണാൻ കഴിയുന്നുണ്ട്. പൗലോസ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, മതി കർത്താവേ. നോക്കിക്കേ, ഇന്നലെ വരെ ഒറ്റ മനുഷ്യനോട് അഭിപ്രായം ചോദിക്കാതെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാനാ തീരുമാനിക്കുന്നത് എന്ന് നെഞ്ചത്ത് കൈവച്ച് ചങ്കുറ്റത്തോട് പറഞ്ഞ പൗലോസ് പേഴ്സണൽ എൻകൗണ്ടറിംഗ് വന്നപ്പോൾ അടുത്ത ചോദ്യം, what shall I do? What shall I do? See, ഇങ്ങനൊരു നേച്ചർ വന്നിട്ടുണ്ടോ നമുക്ക്? സ്തോത്രം. എനിക്ക് എന്തും കഴിയും, ഐ ക്യാൻ ഡു എനിത്തിങ് എന്ന് പറയുന്ന മനോഭാവം മാറ്റിയിട്ട് കർത്താവേ ഞാൻ എന്താ ചെയ്യേണ്ടതെന്നേ, ആ ഒരു നേച്ചറിൽ നോക്കിക്കേ, ഒരു സിംഹമായിരുന്നവൻ ഒരു കുഞ്ഞാടായി മാറുന്നുണ്ടോ? ബിക്കോസ് he renounced his old nature. അവൻ്റെ പഴയ സ്വഭാവത്തെ അവൻ ഉരിഞ്ഞു കളഞ്ഞു. ഇപ്പോഴത്തെ പൗലോസ് വായിക്കുന്നത്, ഞാൻ എന്ത് ചെയ്യണം? സ്തോത്രം. ഇതാ പൗലോസിന്റെ പഴയ ലൈഫ്. സ്തോത്രം. അപ്പോൾ ഒന്നാമതായി ആ മനുഷ്യനെ അവൻ്റെ രാഗമോഹങ്ങളോടുകൂടി പൗലോസ് എന്ത് ചെയ്തു? ഞാൻ പെട്ടെന്ന് പറഞ്ഞു, ക്രൂശിച്ചു. രണ്ടാമത്തെ കാര്യം, സ്തോത്രം, അവൻ ചെയ്യുന്ന മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഞാൻ എല്ലാം ക്രിസ്തു നിമിത്തം എന്ത് ചെയ്യുന്നതാ? ഞാൻ എല്ലാം ഛേദമെണ്ണുന്നു, അല്ലേ? സ്തോത്രം. എന്ന് പറഞ്ഞാൽ ക്രിസ്തു നിമിത്തം എൻ്റെ പഴയ മനുഷ്യനെ ഞാൻ എൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ഞാൻ കുഴിച്ചിടുന്നു. That's what he is saying. അവൻ കുഴിച്ചിട്ടു. ഓക്കെ, രണ്ടാമത്തെ കാര്യം വേഗത്തിൽ മുന്നോട്ട് പോകുക. എന്നിട്ട് സ്തോത്രം, വീണ്ടും പൗലോസ് തൻ്റെ റിന്യൂവിലേക്ക് വരിക. ഒന്നാമത്തെ, he renounced the old nature. Number 2, he is coming to the പുതുക്കം പ്രാപിക്കുന്ന അനുഭവം. സ്തോത്രം. 2 കൊരിന്ത്യർക്ക് ലേഖനം അതിൻ്റെ 9-ാം വാക്യം 27-ാം വാക്യം വായിക്കുമ്പോൾ, 1 Corinthians chapter 9 verse 27. സ്തോത്രം. തൻ്റെ റിന്യൂ, ഒരു പുതുക്കപ്പെട്ട ഒരു ജീവിതം, ഒരു പുതിയ ജീവിതം. എന്നിട്ട് ശ്രദ്ധിച്ചേ, ഡെമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് യവന് ഒരു എൻകൗണ്ടറിംഗ് ലഭിച്ചു. യവൻ പാപത്തെ ഉരിഞ്ഞു. എന്നിട്ട് പിന്നെ അവൻ എങ്ങോട്ടാ പോയേ? എ ന്യൂ ഡയറക്ഷൻ. വാട്ട് വാസ് ഹിസ് എയിം? എവിടേക്ക് പാന വന്നേ? ശ്രദ്ധിച്ചേ, എവിടേക്ക് പാന വന്നേ? ജനത്തെ മുടിച്ചു കളയാൻ, ദൈവജനത്തെ, ദൈവസഭയെ ഉപദ്രവിക്കാൻ വന്നവൻ പഴയതിനെ ഉപേക്ഷിച്ചിട്ട് പുതിയനെ ധരിച്ചുകൊണ്ട് പിന്നെ യാത്ര പോവുക. Then he went there. അവിടെ ചെന്നിട്ട് അവൻ കണ്ണ് കാണാത്തന്നെ 3 ദിവസം കുത്തിയിരിക്കുക. കണ്ടോ? പുതിയ മനുഷ്യനെ ധരിച്ചു. പുതിയ മനുഷ്യൻ. അപ്പോൾ പഴയതിനെ ഉപേക്ഷിച്ചു,
പുതിയ മനുഷ്യനെ ധരിച്ചു. സ്തോത്രം. വീണ്ടും അവിടെ കൊണ്ട് തരികയല്ല. സ്തോത്രം. ഓരോ ദിവസവും തൻ്റെ ജീവിതത്തിൽ ആ ക്രിസ്തുവിൻ്റെ ഭാവം റിഫ്ലക്റ്റ് ചെയ്യപ്പെടുക. സ്തോത്രം. തൻ്റെ ജീവിതം താൻ പ്രതിദാനം ചെയ്തത് ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കാൻ. തൻ്റെ ജീവിതം മുഴുവനും, തൻ്റെ നടപ്പ്, തൻ്റെ ഇടപാടുകൾ മുഴുവനും he was reflecting Jesus through his face. It was reflection. അവിടെ കാണാൻ കഴിയുന്നത്. സ്തോത്രം. വായിച്ചേ 2 കൊരിന്ത്യർക്ക് ലേഖനം 2:14 വാക്യം. 2 Corinthians chapter 2 verse 14. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്നെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ സൗരഭ്യം. സോ ആ സൗരഭ്യ വാസന എല്ലായിടത്തും റിഫ്ലക്റ്റ് ചെയ്യപ്പെടുക. സോ ദ റിഫ്ലക്ഷൻ. ഒന്ന് റിനൗൺസ് ചെയ്തു, 2 റിന്യൂ ചെയ്തു, 3 റിഫ്ലക്ഷൻ. 4ാമത്തെ കാര്യങ്ങൾ പറയാം. പൗലോസിന്റെ ജീവിതത്തിൽ ഹി വാസ് റെസിസ്റ്റ്. ഓരോ ദിവസവും ഉണ്ടല്ലോ തൻ്റെ ശരീരത്തെ താൻ അടിമപ്പെടുത്തുക. അല്ലേ? അതാ വായിച്ചത് 1 കൊരിന്ത്യർക്ക് ആ വാക്യം വായിച്ചു. 1 കൊരിന്ത്യർക്ക് ലേഖനം 9:27. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി തീരാതിരിപ്പാൻ പോകാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമപ്പെടുത്തുകയത്രേ ചെയ്യുന്നത്. Look at that. He was resisting his sinful desires. പ്രസംഗിച്ചിട്ട് അവൻ പറയാ, ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി തീരാതിരിക്കേണ്ടതിന്, ഞാൻ തന്നെ പാപത്തിന്റെ ഗണിയിൽ പോകാതിരിക്കേണ്ടതിന്, എൻ്റെ നിത്യത നഷ്ടപ്പെടാതിരിക്കേണ്ടതിന്, എൻ്റെ ദൈവമായിട്ടുള്ള ബന്ധം പോകാതിരിക്കേണ്ടതിന് ഓരോ ദിവസവും ഞാൻ എൻ്റെ ശരീരത്തെ എന്ത് ചെയ്യുന്നു? Is resisting the evil forces. Is resisting the sinful natures. അവനെ ആ പാപത്തിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുള്ള തൻ്റെ ശരീരത്തെ താൻ നാൾതോറും ബന്ധിപ്പിക്കുക, അടിമയാക്കുക. 4 കാര്യങ്ങൾ പൗലോസിന്റെ ജീവിതത്തിൽ വന്നു. സ്തോത്രം. എന്തൊക്കെയാണ് വന്നത്? ചിന്തിച്ചത്. He renounced his life. അവൻ്റെ പഴയ ജീവിതം. പിന്നെ അവൻ പഴയതിലേക്ക് പോയില്ല. അവിടം കൊണ്ട് അവനൊരു തീരുമാനമെടുത്തു. സ്തോത്രം. അവനൊരു ചോദ്യം ചോദിച്ചു, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ ഇതുപോലൊരു ചേഞ്ചാണ് വേണ്ടുന്നത് ദൈവമക്കളെ. നമ്മുടെ ലക്ഷ്യം എന്താ? നിത്യതയാണ്. അങ്ങനെയാണെങ്കിൽ ഈ കാര്യങ്ങൾ ഒരു ട്രാൻസ്ഫോംഡ് ലൈഫിന് വേണ്ടിയ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. അങ്ങനെ ട്രാൻസ്ഫോംഡ് ലൈഫ് നമുക്ക് നയിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു റിനൗൺസിങ് ഉണ്ടാകണം, ഒരു റിജക്ഷൻ ഉണ്ടാകണം, ഒരു റിന്യൂ ഉണ്ടാകണം, ഒരു റിജക്ഷൻ സംഭവിക്കണം, ഒരു റെസിസ്റ്റ് ഉണ്ടാകണം. ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചെങ്കിലേ ഒരു നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ഒരു ട്രാൻസ്ഫോംഡ് ജീവിതം നയിക്കാൻ കഴിയുള്ളൂ. നമ്മുടെ കണ്ണുകൾ ഒരു നിമിഷം അടയട്ടെ.